ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ അടുത്ത വീഡിയോയിലേക്ക് വെൽക്കം. ആൻഡ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഒരു ചെറിയ ട്രാവൽ വ്ലോഗാണ്. സോ എങ്ങോട്ട് പോകണമെന്ന് വഴിയെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഡിമോയിൻ എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡെൻവർ ടു LA ആൻഡ് LA ടു നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് ഫ്ലൈറ്റ്. സോ ഇനി ഒരു 45 മിനിറ്റ്സ് നമ്മൾ ബോർഡ് ചെയ്യും. സോ നമ്മൾ 3 പേരുമാണ് പോണേ. സോ വഴിയെ ബാക്കി പരിപാടികളൊക്കെ പറയാം. ഓക്കെ, സോ നമ്മൾ LA ഫ്ലൈറ്റ് കയറി. എങ്ങോട്ടാണെന്ന് ഇപ്പോഴും ഞാൻ പറയില്ല, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പറയാം. ഐ മീൻ അത്ര വലിയ സർപ്രൈസ് ഒക്കെ എന്നുള്ളതൊന്നുമില്ല, പക്ഷെ എന്നാലും ചുമ്മാ ഒരു രസത്തിന് പറയുന്നില്ല. സോ നമുക്ക് ഫ്ലൈറ്റ് നമ്മൾ എവിടെ കൗണ്ടറിൽ പോയപ്പോൾ അവർ നമുക്ക് നമ്മുടെ സീറ്റ് ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഇപ്പം മറ്റേ എക്സ്ട്രാ ലെഗ് സ്പേസ് ഒക്കെ ഉള്ള സീറ്റാക്കി ഇട്ടേക്കണേ. ആൻഡ് ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മളുടെ ഈ റോയിൽ ഒരു സീറ്റ് ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 3 പേർക്ക് ഇരുന്ന് പോകും. ഹായ് പറഞ്ഞേ. അങ്ങനെ അപ്പം ലോങ് ഫ്ലൈറ്റാണ്, ഒരു 16-18 മണിക്കൂർ ഫ്ലൈറ്റാണ്. അതെ, അപ്പം ബാക്കി അവിടെ എത്തി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നമ്മൾ സ്ഥലം എത്തി. സോ കുറച്ച് സമയത്തുള്ളിൽ നിങ്ങളെയൊക്കെ കാണിച്ചു തരാം നമ്മൾ എവിടെ എത്തിയത്. ഈ സ്പോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെ എത്തിക്കുന്നത്. ബിക്കോസ് ദിസ് ഇസ് ദ ഐക്കോണിക് എന്താ പറയുക റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് കൺട്രി. അപ്പോൾ എവിടെ എത്തിയത് കാണാം. വെൽക്കം ടു ഓസ്ട്രേലിയ. സോ നമ്മൾ ഓസ്ട്രേലിയയിലാണ് എത്തിയേക്കണേ. സോ ഓസ്ട്രേലിയയിലെ മോർ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. നമ്മൾ തരങ്കാസുവിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബോർഡറായിട്ട് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ കാണുന്ന വ്യൂ ആണിത്. സോ നിങ്ങൾ ഈ ഓപ്പറ ഹൗസിൻ്റെ വ്യൂ ഒക്കെ ശരിക്കും ഒന്ന് എൻജോയ് ചെയ്തിരിക്കുക. അപ്പോഴേക്കും നമ്മൾ തരങ്കാസുവിലെത്തും. സോ നമ്മൾ ഓസ്ട്രേലിയയിൽ ഇന്നലെ എത്തിയായിരുന്നു. ഇന്നലെ കുറച്ച് റെസ്റ്റ് ആയിരുന്നു. ആൻഡ് അധികം ധൃതിയൊന്നും പിടിക്കാതെ നമ്മൾ പയ്യെ നമ്മൾ സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തരങ്കാസു. ആദ്യം ബോട്ട് റൈഡിൽ ഇത് കണ്ടില്ലേ? നമ്മളൊരു എന്തായിരുന്നു പിടിച്ചു വന്നിട്ട് വാർഫ് നമ്പർ 4 ഫെറി എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. സോ ഫെറി റൈഡിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മളുടെ ഓപ്പറ ഹൗസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടു. അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ഇനി നെക്സ്റ്റ് വൈകുന്നേരം ആകുമ്പോൾ ഒന്നുകൂടെ പോകുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ആദ്യമായിട്ട് അത് കണ്ടു. ആൻഡ് സൂവിൽ പോയി കുറച്ച് കാങ്കറൂസിനെയും കോലേനെയും ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പിക്കോ അല്ലേ? സോ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പിക്കൂസ് ഫേവറേറ്റ്. സോ തരങ്കാസുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ വേൾഡ് ഫേമസ് സൂ ആൻഡ് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ഇൻ ഓസ്ട്രേലിയ ആണ്. ആൻഡ്
ഓസ്ട്രേലിയയിലായതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്മുടെ ആനിമൽസ് കാങ്കറൂസ്, കോലാസ്, വാലബീസ്, അങ്ങനെ എമു, അങ്ങനെ കുറേ ആനിമൽസ് ഒക്കെ ഉണ്ട് അവിടെ മെയിനായിട്ടും. പിന്നെ അല്ലാതെ നമ്മൾ സൂവിലൊക്കെ കാണുന്ന ഇഷ്ടംപോലെ തൗസൻഡ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് അതർ ആനിമൽസ് ഉണ്ട്. പിന്നെ തഴങ്ക സൂ ഒരു നോൺ പ്രോഫിറ്റ് സൂ ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ നടക്കാം അതിൽ കൂടെ. ഒരു വലിയ സൂ ആണ്. സോ മൊത്തമൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു മാപ്പൊക്കെ കിട്ടും. അപ്പോൾ മാപ്പിൽ നോക്കിയിട്ട് ഏതൊക്കെ ആനിമൽസിനെ കാണണം, എവിടെയൊക്കെ പോകണം എന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പോകാം. ഒരു അക്വേറിയം, ഫിഷിനെ കാണുന്ന സ്ഥലം, പിന്നെന്താ എലിഫൻസ്, അല്ലാത്ത വൈൽഡ് ലൈഫ് ആനിമൽസ്, അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നടന്ന് കുറേ കാണാനുണ്ട്. സോ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുക അവരായിരിക്കും. സോ പിക്കുമൊക്കെ ഇപ്പം ആനിമൽസിൻ്റെ ഒക്കെ പേരൊക്കെ പഠിച്ച് വരണമായതുകൊണ്ട് ഓരോ ആനിമൽസിനെ കാണുമ്പോൾ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞ് ഫണ്ണായിരുന്നു. അപ്പം കുട്ടികളെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഫൺ ഡെസ്റ്റിനേഷനാണ്. അങ്ങനെ സൂ കണ്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ തിരിച്ചിനി മെയിൻലാൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഫെറി എടുത്തിട്ട് മെയിൻലാൻഡ് വന്നു. സോ മെയിൻലാൻഡിൽ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല സൺസെറ്റൊക്കെ കിട്ടും കേട്ടോ അവിടെ നിന്ന്. ആൻഡ് വേണമെങ്കിൽ നമുക്ക് ആ ബ്രിഡ്ജിൽ കയറാനും പറ്റും. എത്രയോ ഫീ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ടയേർഡ് ആയതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വെച്ച് നമ്മൾ വ്യൂ മാത്രം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറ ഹൗസ് കാണാൻ പറ്റും. പുറത്തുനിന്ന് കാണാനാണ് നമ്മുടെ പ്ലാൻ. ബിക്കോസ് അകത്ത് ഇവൻ്റോ കുറേ റെക്കോർഡിംഗ് സ്റ്റുഡിയോസും പെർഫോമിംഗ് സ്റ്റുഡിയോസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും റെസ്റ്റോറൻറ്റ്സിനൊക്കെ നല്ല കത്തി വിലയായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എൻജോയ് ചെയ്ത്, അകത്ത് നിന്നാലും വ്യൂ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ പുറത്ത് അവിടെ ആ സീഡ് അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടുത്തെ വ്യൂ എൻജോയ് ചെയ്തിങ്ങനെ ഇരുന്നു അന്നത്തെ ദിവസം. ഹലോ, സോ വെൽക്കം ടു നമ്മളുടെ നെക്സ്റ്റ് ഒരു ഡേ ഇൻ ഓസ്ട്രേലിയ. സോ നമ്മൾ ഇന്ന് ബൈറൺ ബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് റോഡ് ട്രിപ്പ് പോവാണ്. സോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 8 hours എന്തോ ആണ് ഡ്രൈവ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് സോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ ഓരോ സംഭവമൊക്കെ കണ്ട് ഇടയ്ക്കൊരു സ്റ്റോപ്പിൽ സ്റ്റേ ചെയ്ത് ആണ് ബാക്കി പോണേ. ആൻഡ് നാളെയും മറ്റന്നാളും അവിടെ ഉണ്ട്. ട്യൂസ്ഡേ നമ്മൾ തിരിച്ചു വരും ടു സിഡ്നി. ആൻഡ് വീണ്ടും അവിടെ നിന്നുള്ള 1 day ട്രിപ്പുകളൊക്കെ ആയിരിക്കും നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തത്? ഫസ്റ്റ് സ്റ്റോപ്പ് എവിടെ എടുത്ത് ഇപ്പോൾ നമ്മൾ പോയി നിർത്തിയത്? ഇത് ലോങ് ജെട്ടി. ഇത് ലോങ് ജെട്ടി. ഒരു സ്റ്റോപ്പ് എടുത്തായിരുന്നു, പേര് മറന്നുപോയി. പിന്നെ ഇത് ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു അത്. പിന്നെ ഇത് ലോങ് ജെട്ടി, ഇവിടുത്തെ ഏറ്റവും വലിയ ജെട്ടി. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇനി അപ്ഡേറ്റ്സ് കാണാം. ഇത് സ്കിലിയൻ ആട്ടോ ഞാൻ ആദ്യം പറഞ്ഞ വ്യൂ പോയിന്റിൻ്റെ പേര്. ഇതൊരു കൊച്ചു ടൗൺ ആണ്. അവിടെ നമ്മൾ ആദ്യം പോയി കഴിച്ചു കിടന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പിന്നെ നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ അവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ബീച്ചിൽ പോയിരിക്കാം, ഇങ്ങനെ സീനിക് വ്യൂ കണ്ടിരിക്കാം, അങ്ങനെ നല്ലായിരുന്നു. സോ ആദ്യം പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നത് ലോങ് ജെട്ടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്കാണ്. ഒരു കൊച്ചു സ്ഥലമായിരുന്നു അതും. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബൈറൺ ബേക്ക് പോകുന്ന വഴിക്കുള്ള ഓരോ ഡെസ്റ്റിനേഷൻ നോക്കിയാണല്ലോ പോണേ. അപ്പം അതിനകത്ത് ഒരെണ്ണമായിരുന്നു ഈ ലോങ് ജെട്ടി. വൺ ഓഫ് ദ എന്താ പറയുക, അതിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലോങ് വുഡൻ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഒരു വലിയ ബ്രിഡ്ജായിരുന്നു.
അപ്പോൾ അതിൽ കൂടെ നമുക്ക് നടക്കാം. നല്ല രസമാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ ഓൾമോസ്റ്റ് വെള്ളത്തിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ താഴെ പോകും. പിടിക്കാൻ കൈയൊക്കെ ഉണ്ട്, പിടിച്ച് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ബട്ട് വെരി ബ്യൂട്ടിഫുൾ സ്ഥലം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയതാണ് കേവ്സ് ബീച്ച്. അതായിരുന്നു ആ ദിവസത്തെ എന്താ പറയുക ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ആക്ച്വലി ഈ കോസ്റ്റൽ ലൈൻ എടുത്ത് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാ സ്പോട്ട്സും ഒന്നെങ്കിൽ ബീച്ച് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട്, മൊത്തത്തിൽ വെള്ളത്തിൽ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളായിരുന്നു. സോ കേവ്സ് ബീച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കേവ് ഉണ്ട്. സോ ലോ ടൈഡുള്ള സമയത്ത് നമുക്ക് ആ കേവിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാം, ഇങ്ങനെ കറങ്ങി വരാം. പിന്നെ ക്ലിയർ വാട്ടർ, നല്ല ക്ലീൻ. ഓസ്ട്രേലിയയിൽ നമ്മൾ പോയ എല്ലാ ബീച്ചസും നല്ല ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. ബട്ട് അഗെയിൻ അനദർ പ്രിറ്റി ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. We don't need no education, no!